ജീവിതത്തിനകത്ത് ഒറ്റപ്പെടലുകളോ റിജക്ഷനുകളോ ഒക്കെ അനുഭവിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ പല ഭാഗങ്ങൾ കൊണ്ട്, ചിലപ്പോൾ രോഗം കൊണ്ട് ഒറ്റപ്പെട്ടവരായിരിക്കാം, കടഭാരം കൊണ്ട് ഒറ്റപ്പെട്ടവരായിരിക്കാം, ജീവിത യാത്രകൾക്കകത്ത് ഒറ്റപ്പെട്ടവരായിരിക്കാം. പക്ഷേ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ ഒറ്റപ്പെട്ടവരാണേലും കർത്താവ് എന്നോട് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ജനത്തോട് ഞാൻ ആത്മാവിൽ ഒരു ദൂത് പ്രവചിച്ച് പറയാം. നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ ഒരു നാളും എൻ്റെ ദൈവം ഒറ്റയ്ക്കാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റയ്ക്കാണ്, ഞാൻ റിജക്റ്റഡ് ആണ് എന്ന് പറയുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളിത് വിശ്വസിക്കുന്നുവെങ്കിൽ എൻ്റെ കൂടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുക. ഈ മിനിറ്റിൽ ഒരു ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യും. ഒരു മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ കരമെല്ലാം ഈ സ്ക്രീനിലേക്കൊന്ന് നീട്ടിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കടഭാരങ്ങളും മാറിപ്പോവട്ടെ, എല്ലാ റിജക്ഷനുകളും മാറിപ്പോവട്ടെ. അപ്പോൾ എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോവട്ടെ. ഈ മിനിറ്റ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ദൈവസൗഖ്യം എൻ്റെ ദൈവം ജനത്തിന് വേണ്ടി ചെയ്താട്ടെ എന്ന് പ്രാർത്ഥിക്കും. കർത്താവ് അത്ഭുതം ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ റിജക്റ്റഡ് അല്ല, നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. സോ ബി കറേജ് ഇൻ ക്രൈസ്റ്റ്. ഗോഡ് ബ്ലസ് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങളെ സൃഷ്ടിക്കട്ടെ.